ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫോക്കസ് MLTയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. BSc MLT ടഫായിട്ടുള്ള സ്റ്റുഡൻസിന് ചെറിയ ചെറിയ BSc MLTയുടെ ഓരോ പോർഷൻസ് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എൻ്റെ ആ ഓരോ വീഡിയോസ് കണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് BSc MLT പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനെ പറ്റിയാണ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, സീൽ നീൽസൺ സ്റ്റെയിൻ ഓൾസോ നോൺ ആസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പ്രൊസീജിയർ. അതായത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിൻ്റെ വേറൊരു പേരാണ് സീൽ നീൽസൺ സ്റ്റെയിൻ. ഇതെന്താണ്? വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് പ്രൊസീജിയർ ആണ്. ഇതെന്ത് ചെയ്യും? ഈ ടെക്നിക്ക് ബാക്ടീരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ആയിട്ടും നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സീൽ നീൽസൺ സ്റ്റെയിൻ എന്നാണ് അതർ നെയിം പറയുന്നത്. പിന്നെ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ സ്റ്റെയിൻ മെത്തേഡാണ്. പിന്നെന്താ, രണ്ടായിട്ട് ബാക്ടീരിയനെ ഡിവൈഡ് ചെയ്യും, ആസിഡ് ഫാസ്റ്റ് ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് ഇയർ BSc MLT ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് കൂടിയാണ്. പ്രാക്ടിക്കലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്സിനൊക്കെ നിങ്ങൾക്ക് കയറി ചോദിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് എൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് വരുന്നതാണ് മറ്റേ മൈക്കോബാക്ടീരിയം, ട്യൂബർകുലോസിസ്, ലെപ്ര അങ്ങനെയുള്ള ഓർഗാനിസം ആണ്, ആസിഡ് ഫാസ്റ്റ് ഉള്ള ഓർഗാനിസം ആണ് നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവിടെ എന്തൊരു മൈക്കോളിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതെന്തത് ഓർഡിനറി ഡൈ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ പവർഫുൾ ആയിട്ടുള്ള സ്റ്റെയിനിങ് പ്രൊസീജിയറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്താ ഫീനോളും പിന്നെ ഹീറ്റിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊണ്ടാണ് ഈ ഡൈ ഇതിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നത്. ഓർഡിനറി ഡൈ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഇതിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പം പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്താ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫീനോൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള പവർഫുൾ സ്റ്റെയിനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹോട്ട് മെത്തേഡാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 മെത്തേഡുണ്ട്, ഹോട്ട് മെത്തേഡും ഉണ്ട്, കോൾഡ് മെത്തേഡും ഉണ്ട്. ഹോട്ട് മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. കോൾഡ് മെത്തേഡ് കൂടി നിങ്ങളിപ്പം തിയറി ആയിട്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കോൾഡ് മെത്തേഡ് കൂടി നിങ്ങൾ ആഡ് ചെയ്ത് എഴുതി പോകണം. ഹോട്ട് മെത്തേഡിനകത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യും, സ്പിയർ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ഫിക്സേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താ പ്രൈമറി സ്റ്റെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, സ്മിയറിലേക്ക് എന്ത് ചെയ്യും, കാർബോൾ ഫ്യൂഷൻ ഒഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ഹീറ്റിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫ്യൂംസ് വരുന്നത് വരെ എന്ത് ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ ഹീറ്റിംഗ് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡീകളറൈസറായിട്ട് 25% സൾഫ്യൂരിക് ആസിഡ് ആണ്, അത് 3 മിനിറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ എന്ത് ചെയ്യും, മെഥിലിൻ ബ്ലൂ 1 മിനിറ്റിലേക്കും കൗണ്ടർ സ്റ്റെയിൻ കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് റിൻസ് ചെയ്യും. ടാപ്പ് ബോട്ടിൽ റിൻസ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് നമ്മൾ ഓയിൽ ഇമോഷനിൽ നോക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്മിയർ പ്രിപ്പയർ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള കാർബോൾ ഫ്യൂഷൻ ഒഴിച്ച് 5 മിനിറ്റ്സ് വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഫ്യൂംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്താ ഡീകളറൈസർ ആഡ് ചെയ്യും, 25% സൾഫ്യൂരിക് ആസിഡ് 3 മിനിറ്റ്സിലേക്ക്, പിന്നെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള മെഥിലിൻ ബ്ലൂ 1 മിനിറ്റിൽ കൊടുക്കും. ഈ കോൾഡ് മെത്തേഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ്റർമീഡിയൻ്റ് ഹീറ്റിംഗ് എന്താ അവിടെ വേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ആസിഡ് ആൽക്കഹോൾ ആണ് എന്ത് ഡീകളറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ മറ്റടുത്ത് ഹോട്ട് മെത്തേഡിലാണെങ്കിൽ എന്ത് 25% സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ നമ്മൾ എന്തുവാ ആസിഡ് ആൽക്കഹോളാണ്. ഇവിടെ മാലക്കേറ്റ് ഗ്രീൻ ആണ് എന്ത് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് ഉപയോഗിക്കുക. അത്ര മാത്രമേ ഡിഫറൻസ്. പക്ഷേ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതരുത്, ഇൻ്റർമീഡിയൻ്റ് ഹീറ്റിംഗ് നോട്ട് റിക്വേർഡ്, ആസിഡ് ആൽക്കഹോൾ അങ്ങനെ എഴുതരുത്. പ്രൊസീജിയർ അതുപോലെ തന്നെ എഴുതണം. നിങ്ങൾ ഹോട്ട് മെത്തേഡിൽ പഠിച്ച അതേ പ്രൊസീജിയർ എഴുതിയിട്ട് നിങ്ങൾ ഡീകളറൈസർ വരുമ്പോൾ എന്താ ആസിഡ് ആൽക്കഹോളിന് എഴുതുക, മാലക്കേറ്റ് കൗണ്ടർ സ്റ്റെയിൻ്റെ എടുത്ത് എന്താ മാലക്കേറ്റ് ഗ്രീൻ എഴുതുക. അത് മാത്രമേ മാറ്റി എഴുതുക, അല്ലാതെ ഇതുപോലെ എഴുതി വെക്കരുത്. ഓക്കെ. ഇനി നമുക്ക് ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ സ്പീഷീസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡീകളറൈസറിൻ്റെ കോൺസെൻട്രേഷന് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെങ്കിൽ എന്താ 25% ആയിരിക്കും ഉപയോഗിക്കുന്നത്. ലെപ്ര ആണെങ്കിലോ 5% H2SO4 ആണ്. നൊക്കാഡി ആണെങ്കിൽ 1% ആണ്. സ്പോറൊക്കെ ആണെങ്കിൽ 0.25 to 0.5% ആണ്. ഇനി സ്പേം ഹെഡും ലെജിയണലിലേക്ക് ആണെങ്കിൽ 0.5 to 1% ആണ് എന്ത് ഡീകളറൈസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീകളറൈസറിന് ഡിഫറൻഷിയേഷൻ ഉണ്ട് ഓരോ സ്പീഷീസ് വരുമ്പം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ പഠിക്കുമ്പം ആദ്യം അതിനെപ്പറ്റി ഒരു ഇൻട്രോ എഴുതുക, അതിനുശേഷം നമ്മൾ പ്രിൻസിപ്പിൾ എഴുതുക, പിന്നെ 2 മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, പിന്നെ ആ ഒരു ഡീകളറൈസറിലുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ അതും മെൻഷൻ ചെയ്യുക.